വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നേ ഒരു അടിപൊളി ഒരു ഫേഷ്യൽ ചെയ്താലോ. നമ്മളിപ്പോൾ ഒത്തിരി നാളായാലും ഒരു ഫേഷ്യൽ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് ഇപ്പം ഞാൻ പറയത്തില്ല, എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമുക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് ചെയ്തിട്ട് പോലെ, ഇപ്പോൾ രാവിലെ പോകണമെങ്കിൽ തലേന്ന് രാത്രി ഒന്ന് ചെയ്തിട്ട് പോയാൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല ബ്രൈറ്റനിങ് തോന്നിക്കുകയും ചെയ്യും. അപ്പം അത്രത്തോളം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫേഷ്യൽ ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾ എവിടെയും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മളൊരു ആഴ്ചയിൽ ഒരു 2 ദിവസം ഒരു 2 ഫേഷ്യൽ ചെയ്യുക, അതുപോലെ ഡെയിലി ഓരോ സിമ്പിളായിട്ടുള്ള പാക്കുകൾ ഇടുക. പിന്നെ സ്ക്രബ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട. കാരണം ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പം ബാക്കി ഏത് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഏത് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെയിലി പാക്ക് ഇടുന്നവരാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രം ഇട്ടാൽ മതി. 20 മിനിറ്റ് അരമണിക്കൂർ ഒന്നും നിങ്ങൾ ഇടണ്ട. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എന്നും നമ്മൾ ചെയ്തേക്ക് മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കുക, അത്യാവശ്യം പറ്റത്ത രീതിക്കുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ധാരാളം മീനുകൾ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ചെടി വെച്ചാൽ പോലും നമ്മൾ അതിനെ എത്രത്തോളം പരിപാലിച്ച് സ്നേഹിച്ച് വെള്ളം ഒഴിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് റിസൾട്ട് തരത്തുള്ളൂ. ഇപ്പോൾ പൂവായിട്ടും കായായിട്ടും ഒക്കെ അല്ലേ. നേരെ മറിച്ച് നമ്മളുടെ ചെടി കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വാടിക്കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യവും നമ്മളെപ്പോഴും അതിനെ നല്ല രീതിക്ക് പരിപാലിച്ച് നല്ലപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലപോലെ നമ്മളെന്താ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ അത്രത്തോളം റിസൾട്ട് നമുക്ക് തരും. എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒന്ന് നല്ലപോലെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ഫേഷ്യൽ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലെൻസ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്നത് പാലാണ്. നിങ്ങൾക്ക് പാല് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാം പാലിന് പകരം. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഞാനിത് തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. ഇന്നലെ തേച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഞാൻ അങ്ങനെ എണ്ണ തേച്ചേക്കും. പുറത്തോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കഴുകിക്കളയുന്ന ഷാമ്പു ഇടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ തല ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കോട്ടൺ എടുത്തിട്ട് പാലിൽ ഇങ്ങനെ മുക്കിയിട്ട് ഞാൻ എപ്പോഴും കാണിക്കുന്ന കണക്കാണ് നല്ലപോലെ ഫേസ് ക്ലെൻസ് ചെയ്യുക. തൈരാണ് പറ്റുന്നതെങ്കിൽ നിങ്ങൾ തൈരെടുത്താൽ മതി. തൈരെടുത്തിട്ട് ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മളിപ്പം ഇപ്പോൾ ഫേഷ്യൽ ഒന്നും ചെയ്യുന്നില്ല പോലും രാവിലെ ആകുമ്പം കുറച്ച് പാലിങ്ങനെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലെൻസ് ചെയ്യാമെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആവും. അപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നിക്കും നമ്മുടെ ഫേസിന്. പാലോ തൈരോ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്യാമെങ്കിൽ നല്ലപോലെ ഫേസിലും കഴുത്തിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യും. കണ്ടോ, ഇപ്പം തന്നെ നല്ല ക്ലീനായി നമ്മുടെ ഫേസ്. ഞാൻ പറയില്ല, എന്നും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ പാക്ക് ഇടുകയോ ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ടാനൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മുടെ ഫേസ്. അപ്പം ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിനുശേഷം നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഈ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്കൊന്ന് ആവി പിടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊന്ന് എടുത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമുക്കറിയാം പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആവും, അതുപോലെ ഹെഡ്സൊക്കെ ഒന്ന് ഇളകി വരെയൊക്കെ ചെയ്യും. അപ്പോൾ എന്നിട്ട് സ്ക്രബ് ചെയ്യുക. അപ്പം ഞാൻ സ്ക്രബ് ചെയ്യാൻ എടുത്തേക്കുന്നത് റവയാണ്. ഇപ്പോൾ റവയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം. അപ്പോൾ റവയും കുറച്ച് മഞ്ഞളോടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇത് കൂട്ടൊരു തക്കാളിയുടെ പകുതി എടുത്തിട്ട് നല്ലപോലെ ഇതിലിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം നമുക്ക്. നമ്മുടെ കൂടുതലും നമുക്കറിയാമല്ലോ, ഇവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത്, ഇവിടെയും അതുപോലെ നമ്മുടെ ഈ മൂക്കിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യുക.
ഇങ്ങനെ ഇത്രത്തോളം നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ സ്ക്രബ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ സ്ക്രബ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ല, പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴായാലും ഇതുപോലെ ഒരു തക്കാളി ഒന്ന് മുറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ആ ടാനൊക്കെ അങ്ങ് പോവും. അല്ലെങ്കിൽ കുറച്ച് തൈര് എടുത്തിട്ട് ആ തൈരിലൊന്ന് മുക്കിയിട്ട് ഒരു തക്കാളി ഇങ്ങനെ പകുതി എടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ലപോലെ ടാൻ പോവും. മുഖത്തും കാലിലും കയ്യിലും ഒക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ലപോലെ ടാൻ പോവും. അതുകൂടെ തന്നെ കോഫി പൗഡർ എടുത്താലും നല്ലതാണ്. പൊട്ടറ്റോ, തക്കാളി, അതുപോലെ കോഫി പൗഡർ എന്നൊക്കെ പറഞ്ഞ് ടാൻ റിമൂവ് ചെയ്യാൻ നല്ല ഏറ്റവും ബെസ്റ്റാണ്. ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. മതി. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. റവയും അതുപോലെ നല്ലതാണ് കേട്ടോ. നമ്മുടെ അരിപ്പൊടി പോലെ തന്നെ നല്ലതാണ് സ്ക്രബ് ചെയ്യാനായിട്ട്. നല്ലപോലെ ഹെഡ്സൊക്കെ പോയി നല്ല ക്ലീൻ ആക്കാൻ പറ്റും നമ്മുടെ ഫേസ്. എപ്പോഴും ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് മാത്രം ചെയ്യാതെ നമ്മൾ കഴുത്തിലൂടെ ചെയ്യണം. അപ്പോൾ രണ്ടും ഒരേ കളറിലിരിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഫേസ് മാത്രം വെളുത്തുരിക്കും, കഴുത്തങ്ങ് ഡാർക്ക് അടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ഫേസിലിടുന്നത് തന്നെ എപ്പോഴും കഴുത്തിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആവും. കണ്ട, നല്ലപോലെ ക്ലീനായി. കണ്ട, ഇനി നമുക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. ഇന്നിപ്പോൾ ഞാൻ ഇടുന്ന പാക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പാക്കാട്ടോ. അതായത് കുറച്ച് കടലമാവിനകത്ത് കുറച്ച് പാലോട് ഒഴിച്ചിട്ട് ഒരു പാക്ക് ആക്കിയതാണ്. നിങ്ങൾക്ക് ഇപ്പം പാലിന് പകരം ഞാൻ പറയത്തില്ലേ, പാല് പറ്റാത്തവരാണെങ്കിൽ നമുക്ക് തൈര് യൂസ് ചെയ്യാം. മിക്സ് ചെയ്ത് ഇതൊരു പാക്കാക്കി ഇട്ട് കൊടുക്കാം. നല്ലപോലെ കട്ടിയാൻ ഇട്ട് കൊടുത്തേക്കാം. പാലിന് പറ്റിയ നമുക്ക് തൈരും കടലമാവ് കൂടായാലും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളും ആഡ് ചെയ്യാം കേട്ടോ. നാച്ചുറൽ മഞ്ഞൾ വേണമെങ്കിൽ അതുകൂടെ കുറച്ചിട്ടിട്ട് നിങ്ങൾക്ക്. ഇതിപ്പോൾ മഞ്ഞളൊന്നുമില്ല, സാധാ കടലമാവും പാലും മാത്രമേ ഉള്ളൂ. എൻ്റെ സ്കിന്നിന് പാലാണ് പറ്റുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പാല് യൂസ് ചെയ്യുന്നത്. കഴുത്തിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പം ഇത് കഴുകിക്കളഞ്ഞിട്ട് വരാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പാക്ക് ഇട്ട് കൊടുത്തിട്ട് സംസാരിക്കാൻ വയ്യ കേട്ടോ. പാക്ക് ഇട്ട് കൊടുത്തിട്ട് 20 മിനിറ്റ് ആയേ, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടേ. നമുക്കൊന്ന് കഴുകിക്കളയാം. അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ആദ്യം നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിരും. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ തുണിയോ എന്തെങ്കിലും ഇട്ടിങ്ങനെ തുടയ്ക്കാൻ നോക്കുമ്പോൾ അത്രത്തോളം നമ്മുടെ സ്കിന്നിനൊരു ഡാമേജ് ഉണ്ടാവും. ഇച്ചിരി നല്ല ഇങ്ങനെ ഷേക്ക് ആവുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വെള്ളം വെച്ചൊന്ന് കുതിർത്ത് വിടാം നമുക്കതിനെ. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം. ഇപ്പോൾ ഇനി അതൊന്ന് കുതിരും. അന്നേരം നമുക്കിങ്ങനെ തുണി മുക്കിയിട്ട് നമുക്ക് തുടച്ച് കളയാം. പിന്നെ ഏത് പാക്കായാലും നമ്മൾ ഫേസിൽ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കരുത് കേട്ടോ. പാക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ എന്താ പറയുന്നത്, സംസാരിക്കാതെ ഇണ്ടാതിരിക്കണം, അടങ്ങിയിരിക്കണം. ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നും ഇടാതെ കഴിവതും നമ്മളെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പാക്കൊക്കെ ഇടുക. നമുക്ക് തുടച്ചെടുക്കാം. കഴിവതും നമ്മുടെ വാഷ് ബേസിനിലൊക്കെ പോയി കഴുകുന്നതായിരിക്കും നല്ലത്. ശരി, പാടാ കഴുകി എടുക്കാനായിട്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നല്ലൊരു ക്ലീൻ ആവുകയും ചെയ്യും. ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ നല്ലപോലെ തുടച്ചെടുക്കണം. കണ്ടോ, നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ 2 ദിവസം വെച്ചിട്ട് നല്ല ഇതുപോലൊരു ഫേഷ്യൽ ചെയ്യാമെങ്കിൽ നമ്മൾ ഒരു പാർലറിലും പോകാതെ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. നമ്മുടെ ഫേസ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഫേസ് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാം, ടാനൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും നമ്മുടെ ഫേസ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. കുറച്ച് നേരമൊന്നും നമ്മൾ മെനക്കിടണമെന്നേ ഉള്ളൂ. നമ്മൾ ബാക്കിയെല്ലാ ജോലി നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കായിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.